ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW മീറ്റർ റീഡർ എക്സാം ഡേറ്റ് January 29 ആണ്. നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് നമുക്ക് ഓരോ ദിവസം ഓരോ ക്ലാസ്സസ് വരുന്നത്. ഓരോ ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസ്സസും PDF നോട്ട്സും ഷോർട്ട് നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഇന്നലെ അയച്ച ഒരു വീഡിയോയിൽ കറക്റ്റ് എങ്ങനെയാണ് ക്ലാസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നത് ആ ഒരു മൊഡ്യൂൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നാളെ അതിൻ്റെ എക്സാംസും ഒരു PYQ സ്റ്റഡിയുമാണ്. അപ്പോൾ സേഫ്റ്റി ആകുമ്പോൾ നമ്മൾ സേഫ്റ്റി റിലേറ്റ് ചെയ്ത എല്ലാ പോർഷൻസും തന്നെ നമ്മൾ വീഡിയോ അയച്ചിട്ടുണ്ട്, നോട്ട്സ് എല്ലാം അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 5 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 4 ക്വസ്റ്റ്യൻ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയിട്ട് നടന്ന ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് ക്ലാസ് B ഫയർ? ഇറ്റ് ഈസ് ഓപ്ഷൻ B ആണ്, കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. അപ്പം നമ്മൾ ഫയറിനെ കുറിച്ചൊക്കെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിലൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വരും. അതിനകത്ത് PPE വരും, ഹസാർഡ്സ് വരും, എല്ലാം തന്നെ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഇപ്പോൾ ഫയറിൻ്റെ ഓരോ ക്ലാസ് എയിലും ഏതൊക്കെ കാറ്റഗറിയിലാണ് ഏത് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് വരുന്നതെന്നൊക്കെ പഠിക്കുക. ഹാലൻ, ഡ്രൈ പൗഡർ, ഫോം എക്സ്റ്റിംഗ്വിഷറൊക്കെ ഏതിൽ വരുന്നതെന്നൊക്കെ കറക്റ്റ് നിങ്ങളത് എഴുതി തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ പീരീഡ് റെഫേർഡ് ആസ് ഗോൾഡൻ അവേഴ്സ്? ഗോൾഡൻ അവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 30 minutes ആഫ്റ്റർ ഇൻസിഡൻ്റ് ആണ്. ഓപ്ഷൻ A ആണ് വരുന്നത്. വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ബിൻ? ഇറ്റ് ഈസ് ഓപ്ഷൻ A യെല്ലോ. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ ഇമീഡിയറ്റ് ആക്ഷൻ ടു ബി ടേക്കൺ ഇൻ ദ ഈവൻറ്റ് ഓഫ് ഫയർ? ഫയർ വേണമെങ്കിൽ എന്താണ് നമ്മൾ ഇമീഡിയറ്റ് ആക്ഷൻ മീൻസ് റേസ് ആൻ അലാറം റേസ് ചെയ്യുക. ഓക്കെ, അടുത്ത് PPE എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 5 മാർക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ 5 മാർക്ക് നിങ്ങൾ കളയാതിരിക്കുക. കാരണം അതെല്ലാം കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളത് സേഫ്റ്റിയിൽ നിന്ന്. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾ ആ ഒരു 5 മാർക്ക് നിങ്ങൾ കിട്ടുമെന്നുള്ള രീതിയിൽ MCQ ക്വസ്റ്റ്യൻസ് വായിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നോക്കൂ, അടുത്ത ദിവസം നോക്കൂ. വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി ഹെഡ്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഓപ്ഷൻ B ഹെൽമെറ്റ്. വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാൻഡ് പ്രൊട്ടക്ഷൻ? ഇറ്റ് ഈസ് ഹാൻഡ് ഗ്ലൗസ്. സിമ്പിളാണ്. ഹൗ ടു സ്റ്റോപ്പ് ബ്ലീഡിങ് ഓഫ് ആൻ ഇഞ്ചേർഡ് പേഴ്സൺ? ഒരു ഇഞ്ചേർഡ് പേഴ്സണൽ ബ്ലീഡിങ് നമുക്ക് എങ്ങനെ തടയാം? അപ്ലൈ പ്രഷർ. ആ ഊണ്ടിൽ നമ്മൾ പ്രഷർ കൊടുക്കുക. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ഡസ്റ്റ്ബിൻസ് ഫോർ വേസ്റ്റ് പേപ്പർ? വേസ്റ്റ് പേപ്പർ ആണെങ്കിൽ ബ്ലൂ. വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിൻസ്? ഇപ്പോൾ നമുക്ക് കണ്ടോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. നേരത്തെ ഒരു പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിൻ്റെ കളർ എന്താണ്? കണ്ടോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ MCQയിലും ടോപ്പിക് വൈസ് MCQയിലും വരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ടോപ്പിക് വൈസ് MCQ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് PSCയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും. കണ്ടോ ഈ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പം പറഞ്ഞത് തന്നെ. ഇതൊരു ടോപ്പിക് വൈസ് MCQ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് ഡസ്റ്റ്ബിൻ ആണെങ്കിൽ യെല്ലോ കളറാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു അവോയ്ഡ് ആക്സിഡൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്? നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്താൽ നമുക്ക് ആക്സിഡൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. വാട്ട് ഈസ് എ വാർണിംഗ് സിഗ്നൽ? അപ്പോൾ ഈ ഒരു സിഗ്നൽ തന്നിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നിട്ട് ഇത് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അൺഗാർഡഡ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സിഗ്നൽ എന്താണെന്ന് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. വാട്ട് ഇമീഡിയറ്റ് ആക്ഷൻ ഈസ് ടേക്കൺ ഇൻ കേസ് ഓഫ് ഫയർ? ഫയർ ആണെങ്കിൽ എന്താണ്? അലാറം. എപ്പോഴും നമ്മൾ ഇമീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അലാറം ഇടല്ലോ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫയറൊക്കെ പിടിച്ച് അലാറം ഇടാതെ മാത്രമേ പറ്റുള്ളൂ ഇമീഡിയറ്റ് ആക്ഷൻ. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് ക്ലാസ് B ഫയർ? കണ്ടോ ഇറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെയും ചോദിച്ചു. ക്ലാസ് D കാർബൺ ഡയോക്സൈഡ് ആണ്. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലെയിമബിൾ ആൻഡ് മൂവിങ് ലിക്വിഡ് ഫയേഴ്സ്? ഇറ്റ് ഈസ് ഓപ്ഷൻ A ഫോം. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കട്ടെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഏത് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ളത്. വിച്ച് പീരീഡ് ഈസ് നോൺ ആസ് ദി ഗോൾഡൻ അവർ? ഫസ്റ്റ് 30 minutes ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ്. കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പറയുന്നത് ടോപ്പിക് വൈസ് MCQ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വീഡിയോസും നോട്ട്സൊന്നും പഠിക്കാൻ സമയമില്ലാത്തവർ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് പോവുക. വെറുതെ എക്സാം പോയി എഴുതാതെ അറ്റ്ലീസ്റ്റ് ഒന്ന് MCQ എങ്കിലും പഠിച്ചു പോയി എഴുതാൻ നോക്കുക കേട്ടോ. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ലോക്കൗട്ട് ഓർ ടാഗ് ഔട്ട് LOTO പ്രൊസീജിയർ ഇൻ എ പ്ലംബിംഗ് എൻവറോൺമെൻറ്റ്? ഒരു പ്രൈമറി
പർപ്പസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ടു എൻഷുർ ദാറ്റ് എനർജി സോഴ്സസ് ലൈക്ക് ഇലക്ട്രിക്കൽ ഓർ പ്രഷറൈസ്ഡ് വാട്ടർ ഗ്ലാസ് ആർ ഐസൊലേറ്റഡ് ആൻഡ് കനോട്ട് ബി ഇൻഅഡ്വർട്ടൻ്റ്ലി ടേൺഡ് ഓൺ. അതാണ് ഒരു പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്ലംബിംഗ് എൻവറോൺമെൻറ്റിൽ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ. A plumber is working in an area where they are exposed to the risk of contact with raw sewage. What type of hazard are primary facing? ബയോളജിക്കൽ, നമുക്കറിയാം റോ സ്വീവേജ് എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ ഹസാർഡാണ് വരുന്നത്. അടുത്തതൊക്കെ നമ്മൾ പഠിച്ചു. ഫിസിക്കൽ ഹസാർഡ് എന്താണ്, എക്കണോമിക്കൽ ഹസാർഡ്, എർഗോണിക് ഹസാർഡൊക്കെ പഠിച്ചിട്ടുണ്ട്. വെൻ ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം ടു ഇൻസെർട്ട് എ ലാഡർ ഫോർ ഡിഫെക്ട്സ് ബിഫോർ ഈച്ച് യൂസ് ചെയ്യുന്നതിന് മുന്നേ? വാട്ട് ഇസ് ദ മിനിമം റിക്വയർഡ് ഡിസ്റ്റൻസ് the base of a ladder should be placed from the wall if the vertical height to the top support point is 4 meter. ഒരു മിനിമം ഡിസ്റ്റൻസ് പറയുമ്പോൾ 1 meter ആണ് ലാഡർ പ്ലേസ് ചെയ്യാനുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡർഡ് എ പ്രൈമറി ഹസാർഡ് വെൻ യൂസിങ് എ പവർ ത്രെഡിങ് മെഷീൻ? ഒരു പ്രൈമറി ഹസാർഡ് എന്ന് പറയുന്നത് ലൂസ് ക്ലോത്തിങ് ഓർ ഗ്ലൂസ് ഗെറ്റിംഗ് ടാങ്കിൾഡ് ഇൻ ദ റൊട്ടേറ്റിംഗ് മെഷീൻ പാർട്സ്. വിച്ച് ടൈപ്പ് ഓഫ് PPE ഈസ് എസെൻഷ്യൽ വെൻ കട്ടിംഗ് ഓർ ഗ്രൈൻഡിങ് മെറ്റൽ പൈപ്സ് ടു പ്രിവെൻറ്റ് ഇഞ്ചുറീസ് ഫ്രം ഫ്ലൈയിങ് ഡെബ്രീസ്? സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഗൂഗിൾസ്. നല്ലൊരു ക്വസ്റ്റൻ ആണിത്. അടുത്ത ദിവസം നോക്കൂ. വെൻ സോൾഡറിങ് ഓർ ബ്രേസിംഗ് കോപ്പർ പൈപ്സ് വിച്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് പ്രൊട്ടക്ഷൻ ഈസ് ജനറലി റെക്കമെൻഡഡ് ടു പ്രിവെൻറ്റ് ബേൺസ്? ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലെതർ ഗ്ലൗസ് ഇടുക, ബേൺസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇഫ് എ പ്ലംബർ ഈസ് വർക്കിംഗ് ഇൻ എ ലൗഡ് എൻവറോൺമെൻറ്റ് യൂസിങ് എ ജാക്ക് ഹാമർ ഓർ എ പവർഫുൾ കോർ ഡ്രില്ലർ, വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ? ആണെങ്കിൽ വേറെ നമുക്ക് ഇയർ പ്ലഗ് അല്ലെങ്കിൽ ഇയർ മഫ് അല്ലെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. Why is a ground fault circuit interrupter GFCI essential when using electric power tools in pumping work? അപ്പോൾ എന്തായിരിക്കും ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? കറണ്ട് ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് പവർ കട്ട് ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വാട്ട് ടൈപ്പ് ഓഫ് ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് വെൻ ഹാൻഡ്ലിംഗ് സ്ട്രോങ് ഡ്രെയിൻ ക്ലീനിങ് കെമിക്കൽസ് ഓർ സോൾവെൻറ്റ്? കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുക. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് PPEയുടെ പ്രൈമറി പർപ്പസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ടു റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് കോസ്ഡ് ബൈ വർക്ക് പ്ലേസ് ഹസാർഡ്സ്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാം. ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് PPEയിൽ വരാത്തത് ഓഫീസ് സ്റ്റെയേഴ്സ്. ഇതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് PPE ഇൻ ദ വർക്ക് പ്ലേസ്? എംപ്ലോയർ ആണ്. വെൻ ഷുഡ് PPE ക്യാൻ ബി യൂസ്ഡ് ഇൻ വർക്ക് പ്ലേസ്? whenever a work hazard cannot be eliminated or controlled through other means. ഓപ്ഷൻ സി ആണ് വരുന്നത്. To the following is an example of a respiratory protective device, respirator. What should be done if a piece of PPE is damaged or become defective ആയിപ്പോയി എന്നാൽ നമ്മൾ സൂപ്പർവൈസറിലോട്ട് റിപ്പോർട്ട് ചെയ്യുക, അതിന് ഉടനെ തന്നെ അത് റീപ്ലേസ് ചെയ്യുക. So the following PPE items would be most appropriate for protecting workers against chemical pills ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ തന്നെ, കെമിക്കൽ റെസിസ്റ്റൻറ്റ് ഗ്ലൗസ്, ബൂട്ട്സ്. So the following is true regarding the selection of PPE. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇപ്പോഴത്തെ ന്യൂ മോഡൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ട്രൂവും ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. PPE ഷുഡ് ബി ചൂസൺ ബേസ്ഡ് ഓൺ ദി ജോബ് ടാസ്ക് ആൻഡ് അസോസിയേറ്റഡ് ഹസാർഡ്സ്. വാട്ട് ഷുഡ് ആൻ എംപ്ലോയർ ഡു ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എലിമിനേറ്റ് എ ഹസാർഡ് ഇൻ ദ വർക്ക് പ്ലേസ്? ഒരു അപ്രോപ്രിയേറ്റ് PPE എംപ്ലോയീസിന് കൊടുക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് PPE ഐറ്റം യൂസ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഫോൾസ്? സേഫ്റ്റി ഹെൽമെറ്റ്. Under what circumstances is it necessary to use eye protection such as safety goggles? Option B ആണ്. When working with the chemicals, flying debris or molten metal. Under what circumstances, ഇത് പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ്. What should employee do if the employee refuse to wear PPE? റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മളത് എൻഫോഴ്സ് ചെയ്ത് വെച്ചു കൊടുക്കുക. ത്രൂ സേഫ്റ്റി പോളിസീസും ഡിസിപ്ലിനും ആവശ്യമാണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സേഫ്റ്റി ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂട്ട്സ്? എന്താണ്? നമ്മുടെ ഫീറ്റിനെ ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്നും ഹെവി മെറ്റൽസിൽ നിന്നും സ്ലിപ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. വിച്ച് ടൈപ്പ് ഓഫ് PPE ഈസ് യൂസ്ഡ് ഫോർ വർക്കേഴ്സ് ഇൻ എൻവറോൺമെന്റ് വേർ ദർ ഇസ് എ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ ഇലക്ട്രിക് ഗ്ലൗസ് അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് മാറ്റ്. സോ ദി ഫോളോയിങ് ഷുഡ് ബി ഓൺ ടു പ്രൊട്ടക്ട് ദി ഹെഡ് ഫ്രം ഫോളിംഗ് ഒബ്ജക്ട്സ്, സേഫ്റ്റി ഹെൽമെറ്റ്. അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. കാരണം സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പല സൈറ്റിൽ നിന്നും പല ബുക്കിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ സെയിം ക്വസ്റ്റൻ റിപ്പീറ്റഡ് ആയിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്.
When should face shield be used in addition to safety goggles? ഓപ്ഷൻ ബി ആണ് when exposed to flying debris or hazardous liquids. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ MCQ നമ്മുടെ നിമ്മി പാറ്റേണിലെ MCQ നമ്മളൊന്നും വിടുന്നില്ല. നിമ്മിയുടെ ക്വസ്റ്റ്യൻസും അയച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ഗൂഗിളിൽ നിന്ന് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം എങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ എല്ലാ MCQവും നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഇനി അഡീഷണൽ ഇനി റെഫറൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് തന്നെ നിങ്ങളങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇത് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഈ MCQs എല്ലാം പഠിച്ച് പോയാൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്സ് PDF നോട്ട്സും കൂടെ വായിച്ച് നോക്കുക, ഷോർട്ട് നോട്ട്സും കൂടെ വായിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ PYQ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇന്ന ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു PYQ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കപ്പോൾ നമ്മൾ ആ ഒരു PYQ കാണാൻ പറയും, ഇങ്ങനെ എന്താണ് നമ്മൾ അടുത്ത മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂൾ ഒരു 10 മൊഡ്യൂൾ ഒരു 10 PYQ പഠിക്കുമ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഓവറോൾ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ്. അപ്പോൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മുടെ 10 മൊഡ്യൂൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സേഫ്റ്റി, ബാക്കിയെല്ലാം അങ്ങോട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡും കുറച്ച് റിസ്ക് ഏറിയ കുറച്ച് ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊരു ഉള്ള ഒരു മൊഡ്യൂളും കൂടെയാണ്. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളാണെങ്കിൽ 15 മാർക്കിനാണ് വരുന്നത്. അടുത്തത് നമുക്ക് വെൽഡിംഗ് റിലേറ്റ് ചെയ്ത ടേംസ്, നമ്മുടെ സിലബസിൽ നമ്മൾ ഇതുവരെയും കാണാത്തൊരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. വെൽഡിങ്ങിൻ്റെ ടേംസും ആർക്ക് വെൽഡിങ്ങും അങ്ങനെ ടൈപ്സ് അതൊക്കെ പഠിക്കാനുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ് സേഫ്റ്റി. അപ്പോൾ ഇതിൻ്റെ 5 മാർക്ക് നിങ്ങൾ കളയാതിരിക്കുക. MCQs നല്ലോണം പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ആകെ ഒരു ടൈമിംഗ് ഒരു 2 months ടൈമുണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കാതെ ഒരു ചെറിയൊരു നോട്ട് എടുത്ത് ഷോർട്ട് നോട്ട്സ് എഴുതി പഠിക്കുക. ഓരോ MCQയും എഴുതി പഠിക്കുക. കാരണം നമുക്ക് റിവിഷൻ വരും. January 15 ആകുമ്പോൾ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കി റിവിഷൻ വരും. അപ്പോൾ റിവിഷൻ ടൈമിൽ നമുക്ക് സമയം കാണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ടൈമിൽ ഈ ഷോർട്ട് നോട്ട്സ് പഠിക്കുക. നിങ്ങൾ എഴുതിയെടുത്ത നോട്ട്സ് ഇല്ലേ, അതല്ലാതെ വീഡിയോ ക്ലാസ്സും ഈ MCQs ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ സമയം കാണില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കും തോറും ഓരോ നോട്ട് ബുക്ക്, ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു പേപ്പറോ, നിങ്ങൾ വലിയ കുട്ടികളല്ല, അപ്പോൾ ഒരു പേപ്പർ എടുക്കാം, ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് അതിനെ സ്പൈറൽ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി അടുത്ത വരുന്ന എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന അന്നുള്ള പോർഷൻസ് MCQ എഴുതി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മൾ 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മറക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പാറ്റേൺ വരുന്നത്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിക്കുക, സമയമുണ്ട്. വെറുതെ പോയി എക്സാം എഴുതാതെ അറ്റ്ലീസ്റ്റ് MCQs എങ്കിലും പഠിച്ചു പോയി എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ആവുന്നവർക്ക് എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.